വേണ്ടി പറയാം ലോകാവസാനം. നിങ്ങൾ പലരും ലോകം എപ്പോഴും അവസാനിക്കുന്നത്? പുത്രൻ, ലോകം എപ്പോഴും അവസാനിക്കുന്നത്? പ്രൈസിലാണ്. സഭയുടെ പ്രബോധനം കേട്ടോളൂ. യേശു സ്വർഗാരോഹണം ചെയ്ത് കഴിഞ്ഞാൽ ഏതു നിമിഷവും ലോകം അവസാനിക്കാം. മനസ്സിലായോ പറഞ്ഞത്? ഏതു നിമിഷവും ലോകം അവസാനിക്കാം. സ്വർഗാരോഹണം ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും വരും യേശു പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും വരും. വീണ്ടും വരുമ്പോൾ ഈ ആകാശവും ഭൂമിയും മാറ്റപ്പെടുക ചെയ്യുന്നത്, അഗ്നിക്കിരയിൽ നശിച്ചു പോകുകയല്ല ചെയ്യുന്നത്. പുതിയ ആകാശവും പുതിയ ഭൂമിയും ആകുകയും ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഇത്രയും നമ്മൾ പറഞ്ഞ ഈ സൗഭാഗ്യങ്ങൾ നമുക്ക് തിരിച്ചു കിട്ടും. ശരീരവും ആത്മാവും ഒക്കെ വരും, സ്വർഗീയമായ ശരീരം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സർവീർത്തി ഹല്ലേലൂയ. ഇനി ലോകാവസാനത്തിന് മുമ്പ് നടക്കേണ്ട 2 കാര്യങ്ങളെ സഭ പഠിപ്പിക്കുന്നുണ്ട്. 2 കാര്യങ്ങൾ പ്രധാനമായി നടക്കേണ്ടത്. ഒന്ന്, അന്തിക്രിസ്തു കടന്നു വരും. ഒന്നാമത്തെ കാര്യം എന്താണ്? ആന്റിക്രൈസ്റ്റ്. ആന്റിക്രൈസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാപീഡനം സഭയ്ക്ക് നൽകുന്ന, അന്ത്യത്തിന് മുമ്പ് നടക്കുന്ന, 2ാമത്തെ വരവിന് മുമ്പ് നടക്കുന്ന മഹാപീഡനം സഭ നേരിടും. എല്ലായിടത്തും നേരിടും. അതിനുവേണ്ടി ഒരു മിശിഹ വാദമോ മിശിഹായോ കറക്റ്റായിട്ട് പറയുന്നില്ല. ഒന്ന്, ഈ ആന്റിക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു മിശിഹ വാദം, തത്വചിന്തയായിരിക്കാം. ചിലപ്പോൾ ഒരു വ്യക്തി തന്നെ ആയിരിക്കാം. ഇത് കടന്നു വരും. ഇതാണ് ആന്റിക്രൈസ്റ്റ്. ഇതാണ് ഒന്നാമത്തെ കാര്യം. 2ാമത്തെ കാര്യം യഹൂദരുടെ രക്ഷയാണ്. സകല യഹൂദരും ക്രിസ്തുവിനെ അറിയുകയും ക്രിസ്ത്യാനികളാവുകയും ചെയ്യും. യേശു ക്രിസ്തുവിനെ അറിയും. പ്രൈസ് ദി ലോർഡ്. ഇത് 2 പൂർത്തിയാക്കുമ്പോഴാണ് അന്ത്യവിധി കടന്നു വരും. ഇതിലേക്ക് ലോകം പരിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. യഹൂദന്മാരുടെ ഇടയിൽ മെസ്സാനിക് ജ്യൂസ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. യേശു ക്രിസ്തുവിനെ ദൈവമായ കാണുന്ന ഒരു യഹൂദ വിഭാഗം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തുമായിക്കൊള്ളട്ടെ, ഇത് രണ്ടുമാണ് നമ്മുടെ CCC പറയുന്ന ക്ലൂ. ഹല്ലേലൂയ. പോയിന്റ് മനസ്സിലായില്ലേ? ഇത് ഞാൻ പറഞ്ഞത് എന്തിനാണെന്നറിയാമോ? ഇന്ന് കുറെ കൾട്ട് ഗ്രൂപ്പുകളുണ്ട് നമ്മുടെ സഭയിൽ. നമ്മളൊക്കെ ഭയപ്പെടുത്തുന്ന സുവിശേഷവുമായി വരും. അവരെന്താ പറയണെന്നറിയാമോ? അവർ പറയുന്നത് യേശു ക്രിസ്തു 2ാമത് അവരെ കൂടാരത്തിൽ വരും, അവരുടെ കൂടെ ഇരിക്കും, പിന്നെ 1000 വർഷം ഭരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇത് ഈ സംഭവം കൊണ്ടുവന്നത് എവിടുന്ന് അറിയാമോ? റാപ്ചർ തിയറി എന്നാ പറയാം. റാപ്ചർ തിയറി വെറും 150 കൊല്ലം മുമ്പ് 1840കളിൽ ഏതോ ഒരു മനുഷ്യന്റെ കിറുക്കു ബുദ്ധിയിൽ തോന്നിയ ആശയമാണ് റാപ്ചർ തിയറി. ബൈബിൾ എടുത്തു നോക്കി, യേശു ക്രിസ്തു ഇതാ വിശുദ്ധന്മാരോട് സ്വർഗത്തിലിരിക്കുന്നു. പെന്തക്കോസ്താരെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിൽ വിശുദ്ധന്മാരില്ല. അവരെന്താ പറയും? നിദ്രയിലായിരിക്കുന്നു എന്താ പറയാ? അപ്പൊ സ്വർഗത്തിൽ ഇല്ലല്ലോ. അപ്പൊ എന്താ ചെയ്യാം? കുറച്ചു പേരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാം. അപ്പൊ അവരെന്ത് ചെയ്യുന്ന പറയാം? അവരെ റാപ്ചർ തിയറി മനസ്സിലാക്കിയോളൂ. ഇത് മനസ്സിലാക്കിയാലാണ് ഈ പറയുന്ന അബദ്ധ സിദ്ധാന്തങ്ങൾ നേരിടാൻ പറ്റുള്ളൂ. യേശു ക്രിസ്തു 2ാമത് വാനമേഘങ്ങളിൽ വരും. ഇവിടെയുള്ള അവരുടെ സഭയിലത്തെ ആൾക്കാരെ മാത്രം മുകളിലേക്ക് ഉയർത്തും. എന്നിട്ട് മണിപ്പന്തൽ കെട്ടി വാനമേഘങ്ങളിൽ കല്യാണം കഴിക്കും. ഇതൊക്കെ അവരുടെ വിശ്വാസമാണ്. മണിപ്പന്തൽ കെട്ടി വാനമേഘങ്ങളിൽ കർത്താവും സഭയാകുന്ന കാന്തയുമായ കല്യാണം നടക്കും. ഈ കല്യാണം നടക്കുമ്പോൾ 7 കൊല്ലം ഭൂമിയിൽ മഹാപീഡനം ആന്റിക്രൈസ്റ്റ് നടത്തും. അന്ത്യക്രിസ്തു 7 വർഷത്തെ ഭരണം കഴിഞ്ഞാൽ പിന്നെ യേശു ക്രിസ്തു വീണ്ടും വരും. എത്രാമത്തെ പ്രാവശ്യം വരണപ്പോ? 3ാമത്തെ പ്രാവശ്യം. എന്നിട്ട് യഹൂദന്മാരെ രക്ഷിക്കാൻ വരും. അപ്പൊ ഈ ആന്റിക്രൈസ്റ്റ് പീഡനം നടത്തണമെങ്കിൽ എന്ത് വേണമെന്ന് അറിയാമോ? ജെറുസലേമിലെ യഹൂദന്മാരുടെ ദേവാലയം ഉയരണം. അതിനുവേണ്ടി ഒരു പൈസ പിരിച്ചിട്ട് ദേവാലയം പണിയാൻ വരെ കാശ് കൊടുക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ മനസ്സിലാക്കണം അതിന്റെ ഏറ്റവും വലിയ ദോഷതരം എന്താണ്. എന്നിട്ട് യേശു യഹൂദന്മാരെ രക്ഷിക്കാൻ വരും. എന്നിട്ട് യേശു ക്രിസ്തു 1000 വർഷം ഭരിക്കും. ഈ 1000 വർഷത്തെ ഭരണത്തിന് ശേഷം വീണ്ടും യേശു വരും. എത്ര പ്രാവശ്യം വരുന്നു? എന്തിന്? അന്ത്യവിധിക്ക് വേണ്ടി. ഹല്ലേലൂയ. ചിലർ പറയുന്ന വാദം ഈ 1000 വർഷത്തെ ഭരണത്തിന് ശേഷമാണ് പീഡനം. ഇത് പറഞ്ഞ് ഭയപ്പെടുത്തിയിട്ടാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടോ എന്ന് ചോദിക്കുന്നത്. അവർ ഉദ്ദേശിക്കുന്ന രക്ഷ എന്തെന്നറിയാമോ? അവരുടെ സഭയില് മാമൂസ് മുങ്ങിയ ആളായതിനു ശേഷം പിന്നെ എന്ത് ചെയ്യണം? യേശു ക്രിസ്തു വാനമേഘങ്ങളിൽ വരുമ്പോ എടുക്കും. 2 പേർ ഒരുമിച്ചായിരിക്കും. ഒരാൾ എടുക്കപ്പെടും, മറ്റൊരാൾ അവശേഷിക്കും. വചനമൊക്കെ അവർക്കുണ്ട്. ആ എടുക്കുന്നതും കാത്തിരിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പിന്നെ യഹൂദന്മാരുടെ ദേവാലയ നിർമ്മാണവും. പ്രൈസ് ദി ലോർഡ്. എന്താ സംഭവം എന്ന് അറിയാം നിങ്ങൾക്ക്? ബൈബിളിൽ ഏത് വചനം അവർ കൊണ്ടുവരണേന്നറിയാമോ? അതറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിരിച്ചു മണ്ണ് പോകും. യേശു കുരിശിൽ മരിച്ചതിന് ശേഷം യേശു പറഞ്ഞൊരു കാര്യമുണ്ട്. മരണത്തിന് മുമ്പ് പറയുന്ന കാര്യമുണ്ട്. നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസം കൊണ്ട് ഞാനിത് പുനരുദ്ധരിക്കും.
അവൻ തന്റെ ശരീരത്തെക്കുറിച്ചാണ് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇതെന്ത് സംഭവിച്ചു? ആ ദേവാലയം യേശു ക്രിസ്തുവിന്റെ പ്രതീകമായി മാറി. യേശു തകർക്കപ്പെട്ടതുപോലെ ദേവാലയവും തകർക്കപ്പെട്ടു. ഹല്ലേലൂയ. ജെറുസലേം ദേവാലയം തകർക്കപ്പെടും. ഇവർ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം AD 70 സംഭവിച്ചു. യേശു ക്രിസ്തു പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതെല്ലാം കഴിയുന്നതുവരെ ഒരു തലമുറ കടന്നു പോവുകയില്ല. ഈ തലമുറ കടന്നു പോവുകയില്ല. ഒരു തലമുറ എന്ന് പറഞ്ഞാൽ 40 കൊല്ലം. യേശു മരിച്ചത് AD 30 40 കൊല്ലം കഴിയുമ്പോഴേക്കും AD 70 ജെറുസലേം ദേവാലയം തകർന്നുപോയി. യഹൂദന്മാർ മഹാപീഡനം 66 മുതൽ 70 വരെ അനുഭവിച്ചു. ജെറുസലേം ദേവാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർന്നുപോയി. അങ്ങനെ ആ ജെറുസലേം ദേവാലയം മാറ്റപ്പെട്ടു. പകരം സ്വർഗീയ ജെറുസലേം ഉദിച്ചു വന്നു. ഏതാ സ്വർഗീയ ജെറുസലേം? സഭ. ഈ സഭയിലൂടെ ക്രിസ്തു 1000 വർഷം ഭരിച്ചുകൊണ്ടിരിക്കുക. ഏത് 1000 വർഷം? നിത്യകാലത്തോളം ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുക. സഭയിലൂടെ ക്രിസ്തു വിശുദ്ധ കുർബാനയിലൂടെ നമ്മളോടത്തിന്റെ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവ് വന്നുകൊണ്ട് നമ്മെ ഭരിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് 1000 വർഷത്തെ ഭരണം, സഭയിലുള്ള ഭരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബൈബിളിൽ ഈ AD 70 കഥയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇവരെ സംബന്ധിച്ചുള്ള എന്തായി? യേശു പറഞ്ഞ പ്രവചനങ്ങൾ പൂർത്തിയാവാൻ ഇനി എന്ത് വേണം? ഇനി ഒരു ജെറുസലേം ദേവാലയം പണിയണം. ആ പണിതിട്ട് യഹൂദന്മാർ അതിലിട്ടിട്ട് നശിപ്പിക്കണം. പിന്നെ ദേവാലയം തകർക്കണം. എന്നിട്ട് 1000 വർഷം വീണ്ടും ഭരിക്കണം. ഹല്ലേലൂയ. പെന്തക്കോസ്തുകാരുടെ ഇന്നുള്ള ഒരു വിശ്വാസ സംഹിതയെ പറഞ്ഞത്. ഇതിനവർ പറയുന്ന പേര് റാപ്ചർ തിയറി. ഇത്ര ദോഷതരം. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത് നിങ്ങൾക്കറിയാമോ? ദാനിയേൽ പ്രവചനം അതിനുള്ളത്. ദാനിയേലിന്റെ പുസ്തകത്തിൽ ഒരു രാജാവ് കാണുന്ന ഒരു സ്വപ്നമുണ്ട്. തല തങ്കം കൊണ്ട്, ശരീരം ഉടൽ വെള്ളി കൊണ്ട്, വയറ് നെഞ്ച് വെള്ളി കൊണ്ട്, വയറ് താമ്രം കൊണ്ട്, കാല് ഇരുമ്പ് കൊണ്ട്, പാദം ഇരുമ്പും കളിമണ്ണും ചേർന്ന് ഒരു കല്ല് എവിടെ നിന്നോ വന്ന് കാലിൽ പതിച്ചു. ആ പ്രതിമ തകർന്നുപോയി. ആ കല്ല് ഒരു പർവ്വതമായി മാറി. എന്താ അതിന്റെ അർത്ഥം എന്നറിയാമോ? ദാനിയേലിനോട് പറയുന്നു, തല ബാബിലോൺ രാജ്യം, നെഞ്ച് പേർഷ്യൻ സാമ്രാജ്യം, വയറ് താമ്രം അത് ഗ്രീക്ക് സാമ്രാജ്യം, കാലുകൾ അത് റോമൻ സാമ്രാജ്യം, കാലിലെ കളിമണ്ണും ഇരുമ്പും ചേർന്ന് റോമൻ റിപ്പബ്ലിക്. എന്നിട്ട് ദാനിയേൽ പറയുന്നുണ്ട്, ഇവ സംഭവിക്കുവാൻ 70 വർഷം, 70 വർഷത്തിന്റെ 70 ആഴ്ച, അതാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ 490 വർഷം ജെറുസലേം ദേവാലയം പണിയാനായിട്ട് ആജ്ഞാപിച്ചിട്ട് 490 വർഷത്തിനുള്ളിൽ ഇതെല്ലാം സംഭവിക്കും. എന്ന് സംഭവിച്ചെന്നറിയാമോ? 62ാമത്തെ ആഴ്ചവട്ടത്തിൽ അഭിഷിക്തൻ ഛേദിക്കപ്പെടും. ഈ 4 സാമ്രാജ്യങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ, റോമൻ സാമ്രാജ്യങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ യഹൂദന്മാര് ആരെ പ്രതീക്ഷിച്ചു? രക്ഷകനെ പ്രതീക്ഷിച്ചു. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ ഒരു രക്ഷകനെ പ്രതീക്ഷിച്ചു. അതുകൊണ്ടാണ് ശിമയോനും അന്നായും രക്ഷകനെ പ്രതീക്ഷിച്ച് ദേവാലയത്തിൽ കഴിഞ്ഞുകൂടുകയായിരുന്നു. ബൈബിൾ വായിക്കുന്നില്ലേ? ഹല്ലേലൂയ. മനസ്സിലായ? ആ ഒരു രക്ഷകനെ പ്രതീക്ഷിക്കുക. യേശു കടന്നു വന്നു. 62ാമത്തെ ആഴ്ചവട്ടത്തിൽ യേശു ക്രിസ്തു കുരിശിൽ തൂങ്ങി മരിച്ചു. യേശുവിനെ കൊന്നു. അഭിഷിക്തൻ ഛേദിക്കപ്പെട്ടു. പ്രവചനം നിവൃത്തിയായി. ആ കല്ല് വന്ന് റോമൻ സാമ്രാജ്യത്തെ പതിച്ചു. ആ കല്ലാരാണ് യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. ആ കല്ല് മഹാമേരുവായി വളർന്നു വന്നു. റോമൻ സഭ, റോമൻ കാത്തലിക് ചർച്ച് ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന സഭയായി മാറി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രവചന നിവൃത്തിയത് കണ്ടില്ലേ? ഇനി 70ാം വർഷത്തിൽ എന്ത് സംഭവിക്കുന്നു? 70 ആഴ്ചവട്ടം കഴിയുമ്പോൾ ജെറുസലേം ദേവാലയം നശിപ്പിക്കപ്പെട്ടു. അതാണ് പ്രവചനം. അത് AD 70 സംഭവിച്ചു. ഹല്ലേലൂയ. പക്ഷെ ഇന്നും കുറെ ക്രൈസ്തവ വിഭാഗങ്ങൾ മണിപ്പന്തൽ കെട്ടി കാത്തിരിക്കുകയാണ്. നിങ്ങളൊക്കെ ആ പാട്ടൊക്കെ പാടിണ്ടാവും. കർത്താവിൻ വരവിൽ നമ്മെ എടുത്തിടുമ്പോൾ കഷ്ടനഷ്ട ശോധനകൾ മാറിപ്പോയിടും. കേട്ടിട്ടുണ്ടോ പാട്ട്? കേട്ടിട്ടുണ്ട്? പെന്തോസ്താരുടെ പാട്ടാ. നമുക്കറിയാതെ നമ്മളും പാടാറുണ്ട്. ധ്യാനയാത്രങ്ങളൊക്കെ പാടാറുണ്ട് ഈ പാട്ട്. കർത്താവിൻ വരവിൽ നമ്മെ എടുത്തിടുമ്പോൾ കഷ്ടനഷ്ട ശോധനകൾ മാറിപ്പോയിടും. കൂടാരമാകും ഭൗമഭവനം കൂടുവിട്ടു പറന്നു പോകും. ഇപ്പൊ എടുക്കുന്നു കാത്തിരിക്കാണ് വരി. പാട്ടൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞ തേറി വെറുതെ ഉണ്ടാക്കി പറഞ്ഞതല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതുപോലെ വേറെ പാട്ടുകളൊക്കെ ഉണ്ട്.
വാനമേഖലയിൽ മണിപ്പന്തിൽ കെട്ടി നമ്മൾ നൃത്തമാടും, കാന്തയുടെ വിവാഹത്തിനായി ഒരുങ്ങുന്നു എന്നൊക്കെ പറഞ്ഞുള്ള പാട്ടുകളുണ്ട്. അത് 5ഉം 6ഉം പ്രാവശ്യം യേശു വന്നിട്ട് രക്ഷ കഴിയണില്ല ഇവിടെ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2 പ്രാവശ്യം യേശു വരുന്നുള്ളൂ. 1 ആത്മാവിനെ രക്ഷിക്കാൻ, അതാണ് ആത്മാവിനെ രക്ഷിച്ച പ്രവൃത്തി. 2 ശരീരത്തെ രക്ഷിക്കാൻ, അതാണ് 2ാമത്തെ വരം. അതുകൊണ്ട് നമ്മൾ സർവാധിപനം കർത്താവെ പറയുന്നത് എന്താ? അങ്ങ് ഞങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുന്നതിനും ശരീരങ്ങളെ ഉയർപ്പിക്കുന്നതിനും ആകുന്നുവല്ലോ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനസ്സിലായോ? സഭയിൽ കടന്നു വന്നിട്ടുള്ള ഇങ്ങനെയുള്ള തെറ്റായ കുറെ പ്രബോധനങ്ങൾ, തെറ്റായ കുറെ ആശയങ്ങൾ സഭയിൽ കടന്നു വന്നിട്ടുണ്ട്. ആളുകളുടെ ഉള്ളിലുണ്ട്, സഭയ്ക്കില്ല. സഭയ്ക്ക് വളരെ വ്യക്തമായ പഠനം, കത്തോലിക്ക സഭയുടെ മതബോധന എന്താ എടുത്ത് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് വ്യക്തമായി ഇത് എങ്ങനെയാണ് സഭ നിർവഹിച്ചത് മനസ്സിലാക്കാൻ സാധിക്കും. മനസ്സിലായോ? കത്തോലിക്ക സഭയുടെ മതബോധന എന്താ വായിച്ചു നോക്കിയാൽ മതി. നമ്മളിത് വായിക്കില്ലല്ലോ, അല്ലേ?